താൽക്കാലിക വിസിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർക്കെതിരെ ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായിട്ടുണ്ടല്ലോ. ആ വിധിക്കെതിരെ ഗവർണർ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. ഗവർണർക്ക് അനുകൂലമായൊരു വിധി പ്രതീക്ഷിക്കാമോ? അങ്ങനെ പ്രതീക്ഷിക്കാം. അതിനൊരു കാരണമുണ്ട്. സംസ്ഥാന സർക്കാർ തന്നെയാണ് അതിന് വഴിമരുന്ന് ഇട്ടുകൊടുത്തത്. അതെന്താണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് ഈ വിഷയം ഇപ്പോൾ എന്തുകൊണ്ട് ഗവർണർ സുപ്രീം കോടതിയെ സമീപിക്കുന്നു അപ്പീലുമായിട്ട്? ഇത് ഈ ഗവർണറുടെ കാലത്ത് നടന്ന സംഭവങ്ങളല്ല. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കുമ്പോൾ ആണ് ഈ സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുന്നത് നമുക്കറിയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം, സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ മുഖമടച്ച് കിട്ടിയ ഒരു അടി, ഒരു വിധിയുടെ രൂപത്തിൽ മുഖമടച്ച് കിട്ടിയ ഒരു അടിയുണ്ട്. അത് കണ്ണൂർ കണ്ണൂർ സർവകലാശാല VC ആയിരുന്ന ഗോപിനാഥ് രവീന്ദ്രൻ്റെ കാര്യത്തിലാണ്. അദ്ദേഹത്തിനെ ആ VC ആയിട്ട് പരിഗണിക്കുന്നതിൽ അല്ലെങ്കിൽ നിയമിച്ചതിൽ പിഴവ് പറ്റി. അതുകൊണ്ട് ആ സ്ഥാനത്തുനിന്ന് അദ്ദേഹത്തിനെ മാറ്റണം, പുതിയ ആളെ നിയോഗിക്കണം. അത് മാനദണ്ഡങ്ങളനുസരിച്ച്, നിയമമനുസരിച്ച്, ചട്ടങ്ങളനുസരിച്ച് കൃത്യമായ പാനലിൽ നിന്ന് ഏറ്റവും യോഗ്യതയുള്ള ആളിനെ തന്നെ നിയമിക്കണം. ഈ ഗോപിനാഥ് രവീന്ദ്രന് ആ സ്ഥാനത്ത് തുടരാനുള്ള അർഹതയില്ല എന്ന് സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗോപിനാഥ് രവീന്ദ്രൻ ആ സ്ഥാനത്തുനിന്ന് മാറി. ഗോപിനാഥ് രവീന്ദ്രനെ അവിടെ തീരുമാനിക്കുന്ന അവസരത്തിൽ സർക്കാർ കൊടുത്ത പാനലിൽ നിന്ന് ഗോപിനാഥ് രവീന്ദ്രനെ തന്നെ തീരുമാനിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ വാശി പിടിച്ചപ്പോൾ അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ അതിനെ എതിർത്തു. ഇത് തെറ്റാണ്, ഇത് ശരിയല്ല, ഇത് വലിയ ആക്ഷേപങ്ങൾക്ക് വഴിവെക്കും. കാരണം ഈ VC ആയിട്ട് ഒരു പാനലുണ്ട്. ആ പാനലിൽ വേറെയും ആൾക്കാരുണ്ട്, യോഗ്യതയുള്ള ആൾക്കാരുണ്ട്. ആ യോഗ്യതയുള്ള ആൾക്കാരെ തഴഞ്ഞ് ഈ അഭിമുഖത്തിനും അങ്ങനെയുള്ള ചില മാർഗങ്ങൾ കൂട്ടിക്കൊടുത്ത്, അല്ലെങ്കിൽ അതിന് ഈ VC ആയിട്ട് വരാനുള്ള ചില എളുപ്പ വഴികൾ, സൂത്ര വഴികൾ നടപ്പാക്കി അതിലൂടെയാണ്, സത്യം പറഞ്ഞാൽ പിൻവാതിലിലൂടെ നിയമിക്കുന്നത് പോലെയാണ് ഈ ഗോപിനാഥ് രവീന്ദ്രനെ VC ആയിട്ട് സർക്കാർ വാശി പിടിച്ച് നിയമിച്ചത്. അങ്ങനെ സർക്കാരിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തെ നിയമിച്ചു. അന്ന് തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ അതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ഇത് ഈ VC സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന മറ്റു ചില ആൾക്കാരുണ്ട്. അവർ ഇതുമായിട്ട് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി കിട്ടി. പിന്നീട് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി സുപ്രീം കോടതിയിൽ. പക്ഷേ സുപ്രീം കോടതിയിലും കനത്ത തിരിച്ചടിയാണ് സർക്കാരിനുണ്ടായത്. സർക്കാർ നാണം കെട്ടു. കണ്ണൂർ സർവകലാശാല VC ആയിരുന്ന ഗോപിനാഥ് രവീന്ദ്രൻ തൻ്റെ ഇത്രയും കാലത്തെ ഔദ്യോഗിക ജീവിതം മുഴുവനും കൊണ്ട് അല്ല, ഈ ഹൈക്കോടതിയുടെ വിധിക്ക് പിന്നാലെ മാധ്യമങ്ങൾ അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും എല്ലാം വലിയ രീതിയിൽ ആഘോഷം നടത്തിയിരുന്നല്ലോ. കാരണം അതൊരു ഒരു സർക്കാരിന്റെ വിജയമായി അവർ കണക്കാക്കിയിരുന്നു. അത്തരം SFI ഉൾപ്പെടെയുള്ളവർ അത്തരം പ്രസ്താവനകളുമായി വന്നിട്ടുണ്ട്. ജനാധിപത്യത്തിന്റെ വിജയം, ഈ സർവകലാശാലയിൽ നിന്നും ഗവർണർ അടിച്ചിറക്കി എന്ന രീതിയിലുള്ള പല പ്രസ്താവനകളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഇതിൽ മറിച്ചൊരു വിജയം ഉണ്ടാകുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അത് രാഷ്ട്രീയപരമായി? അല്ല, ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമല്ല. ഇത് വളരെ കൃത്യമായിട്ട് നിയമമാണ്. ചട്ടങ്ങളും വകുപ്പുകളും അനുസരിച്ച് ഈ സർവകലാശാല VCയെ നിശ്ചയിക്കുന്നതിന് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് UGC ആണ് ഇവർക്ക് ഗ്രാൻഡ് കൊടുക്കുന്നത്. UGC ചട്ടങ്ങളുണ്ട്. അത് കേന്ദ്ര സർക്കാർ രൂപീകരിച്ചതാണ്, ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയതാണ്. അത് ഈ എല്ലാ സർവകലാശാലകളിലും അത് ബാധകമാണ്. ആ രീതിയിൽ നമ്മളിത് പരിശോധിക്കുമ്പോൾ ഇവിടെ ഹൈക്കോടതിയിലുണ്ടായ സംസ്ഥാന സർക്കാരിന് വലിയ വിജയമുണ്ടായി എന്നൊക്കെ പറയുന്നത് സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ നമുക്ക് കാണാം. ഇവിടെ ഈ ഗവർണർക്ക് വേണ്ടി ഹാജരായ, ആരിഫ് മുഹമ്മദ് ഖാന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ഉന്നയിച്ച വാദങ്ങളും അതുപോലെ സർക്കാർ വക്കീൽ ഉന്നയിച്ച വാദങ്ങളും ഒക്കെ പരിശോധിച്ച് കോടതിയുടേതായ രീതിയിൽ വിധി പറഞ്ഞു. അതായത് ഈ താൽക്കാലിക VCമാരെ, ഒന്നാമത്തെ കാര്യം, അങ്ങനെ താൽക്കാലിക VC എന്നൊരു സമ്പ്രദായം ഇല്ല. ഗവർണർ VC ആയിട്ട് നിയോഗിക്കുന്നു. ആ നിയോഗിക്കുന്ന ആളിനെ തൽക്കാലം മറ്റൊരാളിനെ കണ്ടെത്താൻ സമയം വേണം. അതുകൊണ്ട് VCയുടെ ചാർജ്
ഇന്ന ആളിന് കൊടുത്ത് ഗവർണർ ഉത്തരവാകുന്നു എന്നൊക്കെയാണ് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുന്നത്. ആ വ്യാഖ്യാനമൊക്കെ അവിടെ നിൽക്കട്ടെ. യു ജി സിയുടെ വകുപ്പുകളും ചട്ടങ്ങളും അനുസരിച്ച് താൽക്കാലിക വി സി എന്ന് പറഞ്ഞൊരു സംവിധാനം ഇല്ല. അപ്പോൾ സർക്കാർ ഒരു പാനൽ കൊടുക്കുന്നു, ആ പാനലിൽ നിന്ന് ഒരു വി സിയെ തിരഞ്ഞെടുക്കുന്നു. ആ വി സിയെ തിരഞ്ഞെടുക്കുന്നതിന് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് താൽക്കാലിക വി സി ആണെങ്കിലും സ്ഥിരം വി സി ആണെങ്കിലും ഈ മാനദണ്ഡങ്ങൾ പാലിച്ചേ മതിയാവും. അല്ലാത്ത ഒരാളിനെ പിടിച്ച് അവിടെ ഇരുത്താൻ പറ്റില്ല. ഗവർണറുടെ ഇഷ്ടപ്രകാരമോ സർക്കാരിൻ്റെ ഇഷ്ടപ്രകാരമോ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരാളിനെ അങ്ങ് വി സി ആക്കാനൊന്നും സാധിക്കില്ല. അത് ഈ രാജ്യത്ത് നിയമവാഴ്ചയുള്ള രാജ്യത്ത് അത് നടപ്പില്ല. ഇത് വളരെ വ്യക്തമാണ്. ഇവിടെ ഇപ്പോൾ സർക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് കുറച്ചുകൂടെ സമയം വേണം, പിന്നെ യോഗ്യതയുള്ള ആൾക്കാരെ കണ്ടെത്തണം, അവരെ പാനലിൽ ഉൾപ്പെടുത്തി, അതായത് ഒരു സെർച്ച് കമ്മിറ്റി വെച്ച് യോഗ്യതയുള്ള ആൾക്കാരെ കണ്ടെത്തി, ഒന്നിലധികം ആൾക്കാരെ കണ്ടെത്തി അവരെ ഒരു കൃത്യമായ ഒരു എന്താ പറയുക, ഈ നിയമനത്തിന് ആവശ്യമായ ഒരു അഭിമുഖവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് തയ്യാറാക്കണം. അതിന് തയ്യാറാക്കി കഴിഞ്ഞാൽ അവരുമായിട്ട് ഈ അഭിമുഖവും കാര്യങ്ങളും ഒക്കെ നടത്തി അവരുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ പരിശോധിച്ച് വേണ്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഗവർണർ, ചാൻസലർ കൂടിയായ ഗവർണർ ഇന്ന ആളിനെ വി സി ആയിട്ട് നിയമിക്കുന്നു. ഇതാണ് രീതി. അപ്പോൾ അതുവരെ തൽക്കാലത്തേക്ക് ഒരു വി സി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ അതിനകത്തൊരു സൂത്രം പ്രയോഗിക്കുകയാണ്, ഒരു കൗശലം പ്രയോഗിക്കുകയാണ്. ഈ കൗശലം ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അടുത്ത് നടന്നില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാൻ സാധിക്കില്ല, യു ജി സി വകുപ്പുകളും ചട്ടങ്ങളും അനുസരിച്ച്, യു ജി സിയുടെ നിയമം അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അത് മാനദണ്ഡങ്ങൾ പാലിച്ച് അദ്ദേഹം തന്നെ ആൾക്കാരെ കണ്ടെത്തി അദ്ദേഹം നിയമിക്കുകയായിരുന്നു. ഇപ്പോൾ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് ഡോക്ടർ മോഹൻ കുന്നുമ്മലിന് അധിക ചുമതല കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ്. അദ്ദേഹത്തിന് കേരള സർവകലാശാലയുടെ മുൻകാലങ്ങളിൽ നാം കണ്ടിരുന്നത് കൃത്യമായി തന്നെ രാഷ്ട്രീയമുള്ള കമ്മ്യൂണിസ്റ്റ് കൊടി പിടിക്കുന്നവർക്ക് പ്രത്യേക പരിഗണന ഇത്തരം പദവികളിൽ കൊണ്ടിരുത്തുന്നത് നാം കണ്ടിട്ടുണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും. ഈ മുമ്പും നമ്മൾ കേരള സർവകലാശാലയിലടക്കം, ഞാൻ പഴയ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, പല വി സിമാരുടെയും നിയമനത്തിൽ വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർക്കെതിരെ പല അഴിമതി ആരോപണങ്ങൾ ഉയർന്നു, പലതരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം കാലങ്ങളായിട്ട് മൂടി വെക്കുകയാണ്. കാരണം ഇവിടുന്ന് പ്രത്യേകിച്ചും ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്ത് അവർ കണ്ണുരുട്ടും, ഗവർണർ ഒപ്പിടും. ഇതായിരുന്നു രീതി. അത് ബില്ലുകളുടെ കാര്യത്തിലാണെങ്കിലും ശരി, വി സിയുടെ നിയമനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, സംസ്ഥാന സർക്കാർ എന്തു പറയുന്നോ അതാണ് ഗവർണർ അനുസരിക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത് എന്ന് നമുക്ക് മനസ്സിലായത് ആരിഫ് മുഹമ്മദ് ഖാൻ ആ സ്ഥാനത്തേക്ക് വന്നപ്പോഴാണ്. അദ്ദേഹം പറഞ്ഞു, ഇത് നിയമവാഴ്ചയുള്ള രാജ്യമാണ്, ഭരണഘടനയുണ്ട്, ഇവിടെ ചട്ടങ്ങളും വകുപ്പുകളും ഉണ്ട്, പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങളുണ്ട്, അതനുസരിച്ച് മാത്രമേ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ തരുന്ന തിട്ടൂരം അത് നടപ്പാക്കാൻ വേറെ ആളെ നോക്കണം എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ കൃത്യമായി സ്റ്റാൻഡ് എടുത്തു. അത് സർക്കാരിനെ വെട്ടിലാക്കി. സർക്കാർ പല്ലും നഖവും ഉപയോഗിച്ച് ആരിഫ് മുഹമ്മദ് ഖാനെ എതിർക്കാൻ നോക്കി. അതിന് ഈ അംഗവും കാണാൻ താളി ഒടിക്കുക എന്ന് പറഞ്ഞ പോലെ രണ്ട് പ്രയോജനമുണ്ട്. ഒന്ന്, തങ്ങളുടെ ഈ കുത്തിത്തിരിപ്പും കാര്യങ്ങളും ഒക്കെ നടപ്പാക്കണം. രണ്ടാമത്തത്, ഗവർണറെ മൂക്ക് കയറിട്ട് നിർത്തി, RSSനെ ഞങ്ങൾ വരച്ച വരയിൽ നിർത്തി ഇങ്ങനെ വീമ്പടിക്കാം. ഇത് രണ്ടും പൊളിഞ്ഞുപോയി എന്നുള്ളതാണ്. ഇപ്പോൾ വീണ്ടും ഈ ആർലേക്കർ, ആരിഫ് മുഹമ്മദ് ഖാൻ പോയി ആർലേക്കർ വന്നു. പക്ഷെ ആർലേക്കർ ഇരുന്ന കാലത്തല്ല ഈ കേസിൻ്റെ ആരംഭം, കോടതിയിലെത്തിയതും ഒക്കെ. അവിടെ ഇപ്പോൾ ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഇതുമൊക്കെ തുടർച്ചയാണല്ലോ. അപ്പോൾ കഴിഞ്ഞ ഗവർണർ എടുത്ത തീരുമാനം ഉചിതമായിരുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആർലേക്കർ അതിൽ യാതൊരു തിരുത്തലും വരുത്താതെ സുപ്രീം കോടതിയിലേക്ക് പോകാൻ, അപ്പീലുമായിട്ട് പോകാൻ തയ്യാറായിരിക്കുന്നത്. അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞു. ഇനി സുപ്രീം കോടതി ഇത് പരിശോധിച്ച് കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ നിയമങ്ങളും ചട്ടങ്ങളും വകുപ്പുകളും ഒക്കെ നോക്കിയിട്ട് ഈ കാര്യത്തിൽ തീരുമാനം പറയും. ഞാൻ മനസ്സിലാക്കുന്നത് കേരള ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി അതിലെ മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കിക്കൊണ്ട് ഇക്കാര്യത്തിൽ ഗവർണർക്ക് അനുകൂലമായ വിധി പറയും എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ നിയമവശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. കാരണം നേരത്തെ സുപ്രീം കോടതിയിൽ ഗോപിനാഥ് രവീന്ദ്രൻ്റെ കാര്യത്തിൽ എന്താണോ സംഭവിച്ചത് അത് കൃത്യമായിട്ട് ഗവർണർക്ക് സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഈ നിയമനത്തിൽ അഴിമതി, സ്വജനപക്ഷപാതം, ക്രമക്കേട് ഇതൊക്കെ മുമ്പ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ
കൃത്യമായിട്ട് UGC മാനദണ്ഡങ്ങൾ തന്നെ നിർബന്ധമായും പാലിക്കണം എന്നൊരു സ്റ്റാൻഡ് ഗവർണർ സുപ്രീം കോടതിയിൽ സ്വീകരിക്കും. അങ്ങനെയെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടിയായിട്ട് മാറും സുപ്രീം കോടതിയുടെ വിധി എന്ന് തീർച്ചയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു തവണ കൂടെ സംസ്ഥാന സർക്കാർ നാണം കെടാൻ വേണ്ടിയിട്ടാണോ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം ഇതിനു മുമ്പ് പലപ്പോഴും പല കേസുകളിലും സുപ്രീം കോടതിയിൽ പോയി തോറ്റു തൊപ്പിയിട്ട് നാണം കെട്ട് മടങ്ങി വരുന്ന സംസ്ഥാന സർക്കാരിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ലക്ഷങ്ങൾ ഫീസ് കൊടുത്താണ് വലിയ മുൻനിര അഭിഭാഷകന്മാരെ കേരളത്തിന് വേണ്ടി അവിടെ അണിനിരത്തുന്നത്. കേരളത്തിന് വേണ്ടിയിട്ട് ഹാജരാകാനുള്ള വക്കീലും ആൾക്കാരും ഒക്കെ ഉണ്ട്, അഭിഭാഷകരൊക്കെ ഉണ്ട്. പക്ഷേ അവരൊന്നുമല്ല ഹാജരാകുന്നത്. പകരം സുപ്രീം കോടതിയിൽ വലിയ ഫീസ് വാങ്ങുന്ന, ലക്ഷങ്ങൾ ഫീസ് വാങ്ങുന്ന അഭിഭാഷകരെ ഇതിനു വേണ്ടി നിയോഗിക്കും സംസ്ഥാന സർക്കാർ എന്ന് തീർച്ചയാണ്. ഖജനാവിന് കുറേ കൂടി നഷ്ടം വരുത്താനേ ഇതെല്ലാം ഉപകരിക്കുകയുള്ളൂ. അല്ലാതെ സംസ്ഥാനത്തിൻ്റെ ഭരണം സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സർവകലാശാലയുടെ നടത്തിപ്പ് വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്ന തരത്തിൽ സർവകലാശാലയുടെ നടത്തിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നും അത് സഹായിക്കില്ല. മറിച്ച് വീണ്ടും നാണം കെടാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഒരിക്കൽ കൂടി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നാണ് ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.